ആട് 3 ഒരു എപ്പിക് ഫൺ റൈഡ് ഐറ്റം. അതിൽ കുറഞ്ഞ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ പടത്തിന് നല്ല നെഗറ്റീവ് ഞാൻ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാര്യമാക്കണ്ട. അമ്മാവൻ ടീംസിന് ഈ പടം ഇഷ്ടപ്പെടില്ല. കാര്യമായിട്ട് പറയുകയാണ്, നമ്മൾ ആട് 1ഉം 2ഉം കണ്ട നമ്മൾ എന്ത് പ്രതീക്ഷയാണ് തിയേറ്ററിൽ പോകുന്നത്? ചിരിക്കണം, ആഘോഷിക്കണം, ലോജിക്കൊന്നും നോക്കല്ലേ, ആ സാധനം നമുക്ക് വൃത്തിയിൽ നിന്ന് കിട്ടും. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ ഒരു ഫാൻറ്റസിയും സംഭവം ടൈം ട്രാവലും എല്ലാം ചേർക്കുമ്പം കുറച്ചുകൂടെ രസമുണ്ട് പരിപാടി. പഴയതുപോലെയല്ല, കുറച്ചുകൂടെ രസമുണ്ട് ഈ സാധനം. ഇതിൻ്റെ ക്ലൈമാക്സൊക്കെ തീയായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. നമ്മൾ കഥയിലോട്ട് എത്താനുള്ള ഒരു നമ്മളിത് കണക്റ്റ് ആവണം. കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ചിരിയായിരിക്കും. ഇതിലെടുത്ത് പറയേണ്ടത് ഷാജി പാപ്പൻ്റെ എൻട്രിയേക്കാളിലും മുകളിൽ നിൽക്കുന്ന ഐറ്റമായിരുന്നു നമ്മുടെ സാത്താൻ സേവിയറിൻ്റെ എൻട്രി കത്തി തിയേറ്റർ. അതുപോലെ തന്നെ നമ്മുടെ ഡൂഡിൻ്റെ എൻട്രി തീയായിരുന്നു. ഈ പടത്തിലെ ഫുള്ളും കൊണ്ടുപോയത് നമ്മുടെ ഡൂഡാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് കത്തിച്ചു വിട്ടു. തിയേറ്റർ പൂരപ്പുറമാക്കിയെന്ന് പറയാമല്ലോ. അമ്മാതിരി ഐറ്റമായിരുന്നു. ഇതിൻ്റെ എൻഡിങ് നൈസായിരുന്നു. എന്തായാലും ഫാമിലിക്കൊക്കെ കയറി അടിച്ചു പൊളിച്ച് ചിരിച്ച് സന്തോഷിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാം. അതുപോലൊരു കിടിലൻ പടമാണ് ഈ പടം. മസ്റ്റ് വാച്ച് ആണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. മസ്റ്റ് വാച്ച് തന്നെയാണ്. 1ഉം 2ഉം ഇഷ്ടപ്പെട്ടവർക്ക് ഇതൊരു നല്ല ട്രീറ്റ് ആയിരിക്കും. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. നല്ല ട്രീറ്റ് ആയിരിക്കും. നല്ല പടമാണ്. കണ്ടിട്ട് അഭിപ്രായം പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.